ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും ഇതേപോലെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ക്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കൃഷികൾ എണ്ണം കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു തൈ നടുന്നിടത്ത് 4-5 തൈകൾ നടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ഫുൾ ക്യാനാണ് കേട്ടോ. സാധാരണ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇത് ഞാൻ ഇതേപോലത്തെ ഒരു ക്യാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് ഞാൻ മോൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം സൈഡിൽ അത്യാവശ്യം വലിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 4 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമുക്കിതിൻ്റെ അടപ്പിൻ്റെ ഭാഗം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് അടപ്പ് ഊരി കളഞ്ഞിട്ട് ഏറ്റവും അടിയിൽ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ഈ ഹോളിൻ്റെ അവിടം വരെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹോളിൻ്റെ അവിടം വരെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും വേപ്പിൻ പിണ്ണാക്കുമാണ്. അപ്പോൾ അത്രയും നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്താലാണ് നമുക്ക് തൈകൾ നല്ല കരുത്തോടെ വളർന്നു വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഹോളിൻ്റെ അവിടം വരെ വരത്തക്ക രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഹോളിൻ്റെ തൊട്ട് താഴെ വരെ പോട്ടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈകൾ നട്ടു കൊടുക്കാം. വലിയ കട്ടകളോ കല്ലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറക്കി കളയണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പറക്കി മാറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് മണ്ണൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈകളെടുക്കാം. അപ്പോൾ അതെ, ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് തക്കാളി തൈയാണ്. നമുക്ക് മുളക് തൈ ആണെങ്കിൽ നട്ടു കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ഹോളിൽ കൂടെ നമുക്കിതൊന്ന് പതുക്കെ കടത്തി കൊടുക്കാം. ഇതേപോലെ സീഡ് ട്രേയിലൊക്കെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരൊട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് കടത്തി ഇതിൻ്റെ അകത്തോട്ട് വെക്കാനായിട്ട് പറ്റും. നമ്മൾ സൈഡിൽ കൂടെ ഈ 4 തൈകളും ഇതേപോലെ നമ്മുടെ ഈ വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലോട്ട് ഇതേപോലെ ഇറക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇതുപോലെ ക്യാനുകളിൽ നമ്മൾ 1-2 തൈകളൊക്കെ അല്ലേ നമുക്ക് നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ നമുക്ക് 4 തൈകൾ 4 ഹോളിൽ കൂടെയും വെക്കാനായിട്ട് പറ്റും. ഇതേപോലെ കടത്തി കൊടുക്കുക. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ 4 തൈകളും കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് ഊരി കളഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇതേപോലെ പകുതി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടപ്പ് പോലെ വെച്ചിട്ടുണ്ട്. അല്ല, മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് അടച്ചു വെക്കാനായിട്ട് ഒന്നുകിൽ എന്തെങ്കിലും ചിരട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ചിരട്ടകൾ ഉണ്ടെങ്കിൽ അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നുകളിട്ട് നമ്മൾ കമത്തി അടച്ചു വയ്ക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തേക്കണ ഈ ഹോളുകളെല്ലാം നമുക്ക് ചെറിയ എന്തെങ്കിലും ഇതുപോലെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് തെർമോക്കോളിൻ്റെ കഷ്ണമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചകിരിയുടെ കഷ്ണങ്ങൾ പീസായിട്ട് മുറിച്ചിട്ട് അത് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് വെള്ളമൊക്കെ വീഴുന്ന സമയത്ത് പുറത്തോട്ട് ചാടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു കഷ്ണങ്ങൾ ഇതുപോലെ 4 സൈഡിലും 4 ഹോളിലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ തൈക്കൊന്നും ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഹോളുകളെല്ലാം തെർമോക്കോൾ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോട്ടിംഗ് മിക്സും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഈ ക്യാൻ്റെ ഒരു 3/4 ഭാഗം വരെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഒരു 3/4 ഭാഗത്തോളം പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് 2 മുളക് തൈയും കൂടി നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ മുളക് തൈ 2 കൂടുതൽ നട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ മുകളിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ 4 എണ്ണമൊക്കെ നട്ട് കഴിഞ്ഞാൽ വളരാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇതിപ്പോൾ സൈഡിൽ കൂടെ നമ്മൾ 4 നട്ടു എന്ന് വിചാരിച്ചിട്ട് ആ 4 സൈഡിലോട്ട് നമ്മൾ ക്യാനിൻ്റെ പുറത്തേക്കൂടെ വരുന്നതുകൊണ്ട് അതിന് സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ മുകളിൽ നടന്നതുകൊണ്ട് നമുക്ക് 2 തൈ വെച്ച് കൊടുക്കാം.
കണ്ടോ. അപ്പോൾ 2 മുളക് തൈയും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വരാത്ത എന്തെങ്കിലും നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം. ഒന്നെങ്കിൽ പുതിനയോ അല്ലെങ്കിൽ മല്ലിയോ അങ്ങനെ എന്തെങ്കിലും നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ നട്ടു കൊടുക്കുന്നത് ഇത് കണ്ടോ, ഉള്ളിത്തണ്ടിന് വേണ്ടിയിട്ട് 2-3 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കാം. ഇത് നടുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. വേരുള്ള ഭാഗം അടിയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. മണ്ണ് മുകൾ ഭാഗം മൂടാതെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 3 സവാളയും കൂടി വെച്ചിട്ട് അതിന് പകരം നമുക്ക് ചുമന്നുള്ളി നടാം കേട്ടോ. ചുമന്നുള്ളി നടാം, വെളുത്തുള്ളി നടാം. അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ മുകളിലോട്ട് പോവാത്ത കൃഷിയാണല്ലോ. അല്ലെങ്കിൽ പുതിന നടാം, മല്ലി നടാം. അങ്ങനെയുള്ള ചെറിയ കൃഷികളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 4 തക്കാളി, 2 മുളക്, 3 സവാള ഇത്രയും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്നും നമുക്ക് വളം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പി ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വളം ചെയ്യുന്നതെല്ലാം ഈ കുപ്പി കൂടെ ആയിരിക്കും. മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലാത്ത സമയത്ത് നമുക്കിത് ഇതേപോലെ അടുക്കള വേസ്റ്റുകളെല്ലാം ഇതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡുകളിൽ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. സൈഡുകൾ നമുക്ക് കുപ്പിയുടെ സൈഡുകളിൽ കൂടെ ഹോളിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സൈഡിൽ ഹോളിട്ട് കൊടുത്തിട്ടില്ല. ഇതേപോലെ ഏറ്റവും അടിയിലത്തെ അടപ്പ് നമ്മൾ ഊരി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഈ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ അടുക്കള വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റുകളല്ല, അല്ലാത്ത വേസ്റ്റുകളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതിൽ ഉറുമ്പൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് കുറച്ച് വളമൊക്കെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാമല്ലോ. പക്ഷേ നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ളതിന് വളം ഒരിക്കലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ, അതേമാതിരി ചാണകപ്പൊടി, കമ്പോസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റ്, വെള്ളം ഇതെല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇതേപോലെ അടച്ചു വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളമൊക്കെ വീണിട്ട് കൂടുതൽ വെള്ളമാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരെണ്ണം ഇതുപോലത്തെ എന്തെങ്കിലും ടിന്നുകളോ അല്ലെങ്കിൽ ചിരട്ടയോ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ 4 തക്കാളി 6 തൈകളായി, 4 തക്കാളിയും 2 മുളക് തൈയുമായി, പിന്നെ ഉള്ളിത്തണ്ടിനുള്ള ഇതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം. വള്ളിയായിട്ട് പോകാത്ത എന്ത് കൃഷി വേണമെങ്കിലും വെണ്ട പോലെയുള്ള കൃഷികളോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്ഥലമല്ലേ നമുക്ക് പോകുള്ളൂ. ഒരു ക്യാനോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റോ വെക്കുന്ന സ്ഥലം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും തൈകൾ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.